ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതി. അപ്പം ഞാനും ഇച്ചായനും ബബിക്കുട്ടനും കൂടി ഒന്ന് എറണാകുളത്തൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോമ്പടി പഴയ പാലത്തിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പാർക്കിലൊക്കെ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് വേണം കേട്ടോ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടോ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങളങ്ങനെ പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇച്ചതിന് മുടക്കായിരുന്നു. പിന്നെ ബബിക്കുട്ടനോട് കുറേ നാളായി പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറയണ കേട്ടോ. കാരണം ആളെ പാർക്കിലോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ അനുസരിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ പറയും, നിന്നെ പാർക്കിൽ കൊണ്ടുപോകില്ലടാ എന്നൊക്കെ പറയും. അപ്പോഴാണ് പുള്ളി അനുസരിക്കുകയൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറേ നാളായിട്ട് കുഞ്ഞിനെ പറഞ്ഞ് പറ്റിക്കണതല്ലേ, കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഇച്ചായൻ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇച്ചായന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഇച്ചായൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയിട്ടാ. അവന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. എല്ലായിടത്തും ഓടി നടന്ന് ചാടി ഇതിടക്ക് വീഴുകയൊക്കെ ചെയ്തിട്ടാ. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അതായത് വീണപ്പോൾ ഞാൻ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അല്ല, വീണപ്പോൾ എങ്ങനെ നമ്മൾ വീണത് എങ്ങനെയല്ലേ വീഡിയോ എടുക്കണം. അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ ആൾ വീണിട്ടൊക്കെ ഉണ്ടായി. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതൊന്നും ബബിക്ക് ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ബബി അവിടെ കുറേ നേരം കറങ്ങി അടിച്ച് നടക്കണ്ട കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി എന്നോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ നേരം ഇവിടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കിൾ ചവിട്ടണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായി പുള്ളിക്ക് പെട്ടെന്ന്. പക്ഷെ സൈക്കിള് കിട്ടിയില്ല. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ സൈക്കിൾ, അവിടെയുള്ള സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോയത് കാരണം ഇയാൾക്ക് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി മാത്രം പറ്റിയില്ല. ബാക്കി എല്ലാ സാധനത്തിലും അവൻ അത്യാവശ്യം കയറി നന്നായിട്ട് കളിച്ച് അർമാദിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്. കുറേ നാളായില്ലേ കൊണ്ടുപോയിട്ട്. അങ്ങനത്തെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ക്രൗഡഡൊന്നും അല്ല ഇനി, ഇട ദിവസം ഓർമ്മല്ല. അതുകൊണ്ട് അങ്ങനെ അധികം ഒരുപാട് അങ്ങനെ ക്രൗഡൊന്നുമില്ല. പക്ഷെ കുറച്ച് പിള്ളേരുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് സൈക്കിൾ കിട്ടാണ്ടായിപ്പോയത് കേട്ടോ. പിന്നെ ഇച്ചാൻ ബബീനെ ഇതുപോലെയൊക്കെ വെച്ച് കറക്കി അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ബബി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. കണ്ടില്ലേ സൈക്കിളൊക്കെ ഓരോ പിള്ളേരെ എടുത്തുകൊണ്ട് പോകണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങർക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല. ബബി ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹായൊക്കെ കാണിക്കണേ. പിന്നെ ഇത് ഇതിൽ കൂടി കയറണത് എനിക്ക് സത്യത്തിൽ ടെൻഷനാണ് കേട്ടോ. ഇനി എങ്ങാനും കാലെങ്ങാനും സ്ലിപ്പായാലെന്നോർത്ത്. പക്ഷേ ഇത് ആ കുഞ്ഞ് കയറണ കണ്ടില്ലേ, അതുപോലെ തന്നെ അവനും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സൂപ്പറായിട്ട് കയറിപ്പോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. മറ്റേത് നേരത്തെ കയറാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു, പിടിച്ചാൽ കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം പിടിച്ചൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആൾ തന്നെ അങ്ങോട്ട് കയറണേണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിന് മുമ്പും കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഇവന് നന്നായിട്ട് അറിയാം. കയറിപ്പോണ പോക്ക് കണ്ടില്ലേ, എനിക്ക് ശരിക്കും ടെൻഷനായി ഈ ഒരു സാധനത്തിൽ കയറിയപ്പോഴത്തേക്കും. കാലെങ്ങാനും സ്ലിപ്പായാലെന്നോർത്തുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. അവൻ നല്ല കാര്യമായിട്ട് തന്നെ കയറിപ്പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം സത്യം പറഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്ത്. ഞാൻ ഇച്ചാനോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ ധൃതി പിടിച്ച് പോണത്. ഇച്ചാനിങ്ങനെ ഇടക്കിടക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു, അവൻ എന്തായാലും കളിക്കട്ടെ, കുറച്ചധികം നേരം കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കുറച്ചധികം സമയം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം അവനും ഒന്ന് തൃപ്തിയാകട്ടെ, മതിയെന്ന് അവൻ പറയട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാനും കുറേ നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ അവിടെ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത് അവർ എല്ലാം സെറ്റ് ചെയ്യണതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഓപ്പൺ ആക്കി വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഐസ്ക്രീമൊന്നും വാങ്ങാൻ പറ്റിയില്ല. സാധാരണ ഇവിടെ വന്നാൽ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങണതാണ്, പക്ഷേ അന്ന് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ പമ്പി ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണേട്ടാ. പിന്നെ ഒരു കുഞ്ഞാവ ഉണ്ടായേ, എന്നുവെച്ചാൽ പമ്പിനേലും ഒരു ചെറിയൊരു മോളുണ്ടായി കേട്ടോ. പക്ഷെ അവൾ വീഡിയോ കിട്ടിയില്ല എന്നാണ് കേട്ടോ തോന്നണത്. അവളായിട്ട് കുറച്ച് നേരമൊക്കെ ബബിക്കുട്ടനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണൊക്കെ ഉണ്ടായി കേട്ടോ. ഇച്ചാനാണെങ്കിൽ ഭയങ്കര ബോറടിയാണ് ഇവിടെ പാർക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ പോയൊന്ന് കമ്പനിയൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോവാറായപ്പോഴത്തേക്കും ഇല്ലേ, പാർക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടല്ലോ ബോട്ടിങ്ങിൻ്റെയൊക്കെ, അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് തോന്നണത്, എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഗ്രൗണ്ട് കണ്ടപ്പോഴത്തേക്കും അവൻ നേരെ അങ്ങോട്ടേക്ക് എടുത്ത് ഓടി ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ബ്രോഡ്വേയിലോട്ടാണ് പോണത്. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റാറൊക്കെ മേടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചായൻ. പക്ഷേ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, വേണ്ട, ഞാൻ എന്തായാലും പിന്നെ ഒരു ദിവസം വാങ്ങിച്ചുകൊണ്ട് വരാം, ഇപ്പം എന്തായാലും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബ്രോഡ്വേ എന്താ പറയുക,
ഈ ക്രിസ്മസ് ആകുമ്പോഴാണ് ഭയങ്കര ഭംഗി ശരിക്കും അല്ലേ. ഞങ്ങൾ ആ ഒരു മേത്ര ബസാറിലോട്ടൊന്നും കയറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഈ മാർക്കറ്റിൻ്റെ അകത്ത് കയറിയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. എപ്പോഴും ഇവിടെ വന്നിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് വില കുറച്ചിട്ടുണ്ടാവും. പിന്നെ ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും വാങ്ങാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടാണ് പച്ചക്കറിയൊക്കെ വാങ്ങാറ്. മുട്ടയൊക്കെ എന്തോ 17 മുട്ടയോ അത്രയും കണ്ടൊക്കെ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങണത് മിക്കവാറും ഇവിടെ തന്നെ കേട്ടോ. ഒരു തവണ ഉറപ്പായിട്ടും എറണാകുളം മാർക്കറ്റിൽ ഞങ്ങൾ പോകാറുണ്ട്. ഞാൻ പോയില്ലെങ്കിലും ഇച്ചായൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് കയറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ. പിന്നെ ഹൈലൈറ്റ് ഐറ്റം ഇതാണ്ട്, ഇത് ഞങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. നാരങ്ങ ഉപ്പിലിടണം എന്ന് ഇച്ചായന് ഭയങ്കര ആഗ്രഹം. സോ ഞങ്ങൾ ആ ഒരു കുറച്ച് നാരങ്ങ വാങ്ങിയിട്ടുണ്ടായേ. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് നട്ട്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുമാതിരി എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് നമ്മൾ പോന്നിട്ടുണ്ടായേ. പിന്നെ പള്ളൂരത്തി എത്തിയപ്പോഴത്തേക്കും വിശാലിനും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോയ്സ് വാങ്ങാണ്ട് പോരാനേ പറ്റത്തില്ല. അങ്ങനെ ബബി ഒരു തോക്കും ബുള്ളറ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മുടെ ഹിലിനയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.